ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ അനുപക്ഷർക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ന് രാത്രി 12:30 ഇന്ത്യൻ സമയം 12:30 നടക്കാൻ പോകുന്ന ലോക മഹായുദ്ധത്തെ കുറിച്ചാണ്. ഫൈനലിന് മുമ്പുള്ള ഫൈനൽ എന്ന് പറയുന്ന സ്പെയിൻ വിസസ് ഫ്രാൻസ് മത്സരത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എമാതിരി മത്സരമായിരിക്കും 2026 തന്നെ ഏറ്റവും ടോപ്പ് മത്സരമായിരിക്കും നടക്കാൻ പോകുന്നത്. ആരായിരിക്കും ഫൈനലിലേക്ക് വിജയിച്ച് കയറാൻ ഒരു പിടിയിൽ. പ്രവചനങ്ങൾക്ക് അതീതമാണ് ഈ രണ്ട് ടീമിന്റെ പെർഫോമൻസ്. ആർക്ക് വേണമെങ്കിലും ജയിക്കാം. പക്ഷെ അവസാനം നടന്ന രണ്ട് സെമി ഫൈനലുകൾ, സെമി ഫൈനൽ എന്ന് പറഞ്ഞാൽ അത് വേൾഡ് കപ്പിന്റെ സെമി ഫൈനൽ അല്ല. ഇതിനു മുമ്പ് നടന്ന നാഷണൽസ് ലീഗിന്റെയും അതേപോലെ തന്നെ 2024 നടന്ന യൂറോ കപ്പിന്റെയും സെമി ഫൈനലിൽ ഫ്രാൻസിനെ എടുത്ത് പുറത്തിട്ട ടീമുകളാണ് സ്പെയിന്. പക്ഷെ ഈ ഒരു ഫ്രാൻസിനെ എടുത്തിടാൻ കുറച്ച് മെനക്കെടുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അമ്മാതിരി ഫോമിലാടായ ഇവർ കളിക്കുന്നത്. സ്പെയിന് തുടങ്ങിയത് ഫസ്റ്റ് മത്സരത്തിനെ കേപ്പർഡിയോട് കാലിടറി സമനിലയിൽ പിരിഞ്ഞിട്ടാണ് അവര് മുന്നോട്ട് വന്നത്. പക്ഷെ അവർ ഓരോ പടി മുന്നോറും തോറും അവർക്ക് വേണ്ട ഗോൾ സ്കോർ ചെയ്തിട്ട് അവര് എന്താ പറയാ, ഈ വേൾഡ് കപ്പ് തന്നെ ഏറ്റവും കൂടുതൽ സമയം ഗോൾ വഴങ്ങാൻ നിന്ന അവരുടെ ഗോൾ കീപ്പറും അവരുടെ ഡിഫൻസും തന്നെയാണ് അവർക്ക് കരുത്ത്. ഈ വേൾഡ് കപ്പിൽ ഇതുവരെ ആകെ ഒരു ഗോളേ വഴങ്ങിയിട്ടുള്ളൂ. ഒരു പ്രാവശ്യം നോക്കുകയാണെങ്കിൽ ഫ്രാൻസിന്റെ ഡിഫൻസും മോശമൊന്നല്ല, അവരാകെ 2 ഗോളുകളെ വഴങ്ങിയിട്ടുള്ളൂ. അപ്പൊ എന്തായാലും തീപ്പാറിയ ഒരു പോരാട്ടം. എനിക്ക് തോന്നുന്നു ഫ്രാൻസിന്റെ അറ്റാക്കിങ്ങും സ്പെയിനിന്റെ മിഡും തമ്മിലുള്ള ഒരു മത്സരമായിരിക്കും നാളത്തെ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി 12:30 നടക്കാൻ പോകുന്ന മത്സരത്തെ കുറിച്ച് സംസാരിച്ചാൽ അവർ തമ്മിലുള്ള മത്സരം തന്നെ ആയിരിക്കും. അതിൽ എത്രമാത്രം ഫ്രാൻസിന്റെ അറ്റാക്കിനെ സ്പെയിനിന്റെ മധ്യനിരയും അതേപോലെ തന്നെ ഡിഫൻസും തടഞ്ഞു നിർത്തുന്നതാണ് നമ്മൾ നാളത്തെ മത്സരത്തിൽ കാണേണ്ടത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ ആ ഒരു ഫൈനൽ ഫോർ ഉണ്ടല്ലോ, ഡെംബലെ, എംബാപ്പെ, ഒലീസി, ഡിസൈഡോയെ, ബാർക്കോള, ഇവരിൽ ആരെങ്കിലും ആയിരിക്കും 4 ആളായിരിക്കും സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഈ 4 ആൾ സ്റ്റാർട്ട് ചെയ്താൽ ഇവരെ പൂട്ടുക എന്നുള്ള കാര്യം തന്നെയാണ് എതിർ ടീമിന്റെ ഡിഫൻഡർമാർ. പക്ഷെ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിചയസമ്പന്നരായ ഒരു ഡിഫൻസ് ഉണ്ട്. മിക്കൽ മരീനയും അതേപോലെ തന്നെ റോഡ്രിയും പെഡ്രിയും ഫാബിയൻ റൂയിസും ഗാവിയും ഒക്കെ അടങ്ങുന്ന ഒരു ഗംഭീര, ഓൽമോയൊക്കെ അടങ്ങുന്ന ഗംഭീര മിഡ്ഫീൽഡ് ഉണ്ട്. ആ ഒരു മിഡ്ഫീൽഡ് തന്നെ ആയിരിക്കും സ്പെയിനിന്റെ കരുത്ത് എന്നുള്ള കാര്യം. കളി എത്രമാത്രം നിയന്ത്രിക്കാൻ പറ്റുന്നു അത്രമാത്രം വിജയ സാധ്യതകളും സ്പെയിനിന് കൂടുതലാണ്. ഇതിനു മുമ്പ് നടന്ന 2024 യൂറോ കപ്പിൽ 2-1 ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയെങ്കിൽ 2025 നടന്ന നാഷണൽസ് ലീഗിൽ സെമിഫൈനലിൽ ഫ്രാൻസിനെ 5-4 പരാജയപ്പെടുത്തിയത്. ആ കളി കഴിയുമ്പോൾ 90 മിനിറ്റ് എക്സ്ട്രാ ടൈം കഴിയുമ്പോൾ 9 ഗോളുകളാണ് രണ്ട് ടീമും കൂടി അടിച്ചു കൂട്ടിയിട്ടുണ്ടെന്ന് ആലോചിക്കണം. എന്നിട്ടും അവസാനം വിജയം സ്പെയിനിന്റെ കൂടെ ആയിരുന്നു. എന്താ പറയുക, വിജയം ഫസ്റ്റ് ഹാഫ് തന്നെ അത്യാവശ്യം ഫ്രാൻസിനെതിരെ ഗോളടി മേളായിരുന്നു. അതിനുശേഷം ഫ്രാൻസിന്റെ തിരിച്ചുവരവായിരുന്നു. പക്ഷെ അവസാന വിഷയം മുടങ്ങിയപ്പോൾ 5-4 വിജയം. ചിലപ്പോൾ കളിന്റെ പിറ്റോസ് സ്കോർ ഷീറ്റ് കണ്ടവർക്ക് ചില പെനാൾട്ടി ഷൂട്ടൗട്ട് ആയിരിക്കും വിചാരിക്കും. 5-4 ഇമാതിരി ഈ രണ്ട് ടീമുകൾ കളിക്കുമ്പോൾ ഒരു 5-4 ഗോള്, 9 ഗോളുകൾ സ്കോർ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ പറയാ. അപ്പോ ആക്രമണത്തിന്റെ രണ്ട് ടീമുകൾ ആക്രമണം അഴിച്ചുവിട്ട ഒരു മത്സരമായിരുന്നു അത്. ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ 2 സെമി ഫൈനലിൽ സ്പെയിനെതിരെ പരാജയപ്പെട്ടിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ സ്പെയിനിന് ഒരു മുൻഗണന എന്ന് പറഞ്ഞാൽ ഈ 2 വിജയം തന്നെയാണ്. പക്ഷെ പണ്ടത്തെ സ്പെയിൻ അല്ല ഇപ്പോഴത്തെ സ്പെയിൻ എന്നുള്ള കാര്യം. അതേപോലെ തന്നെ പണ്ടത്തെ ഫ്രാൻസ് അല്ല ഇപ്പോഴത്തെ ഫ്രാൻസ്. ഡിസൈഡോയും ബാർക്കോളയും അതേപോലെ തന്നെ ഒലീസിയും ഇവരാണ് ഇപ്പോ എന്താ പറഞ്ഞാല് എംബാപ്പയ്ക്കും ഡെംബലേക്കും സപ്പോർട്ട് കൊടുത്തിട്ട് ആ ഒരു അറ്റാക്കിംഗ് ത്രയത്തിൽ ഇപ്പോ ജോയിൻ ചെയ്തിരിക്കുന്ന ആൾക്കാർ. അവിടെ നോക്കിക്കഴിഞ്ഞാല് യമാലായിരുന്നു സ്പെയിനിന്റെ കുന്തമനെങ്കിൽ മറുവശത്ത് നിക്കോ വില്യംസ് എന്ന ഒരു എന്താ പറയാ, ഏത് പ്രതിരോധത്തെയും കീറി മുറിച്ച് ട്രിപ്പിൾ ചെയ്ത് പെനാൾട്ടി ബോക്സിന്റെ ഉള്ളിലേക്ക് കയറി വരുന്ന ഒരു ചങ്ങായി ഉണ്ടായിരുന്നു. പക്ഷെ ആൾ ഈ വേൾഡ് കപ്പിൽ അധികം മിനിറ്റുകളൊന്നും കളിച്ചിട്ടില്ല. എന്താ പറഞ്ഞാൽ പരിക്കിൽ നിന്ന് അത്രമാത്രം ഫോമിലല്ല അത്ലറ്റിക്കോ ബിൽബാവോയ്ക്ക് വേണ്ടി ഈ അവസാന സീസൺ കളിച്ച് അവസാനിപ്പിച്ചത്. അപ്പൊ ഈ ചങ്ങായി എന്റെ ഒരു അഭിപ്രായത്തിൽ നാളത്തെ സ്റ്റാർട്ടിംഗ് ലെവലിൽ യമാലിനൊപ്പം നിക്കോ വില്യംസും ഒയർസബാലും ആയിരിക്കും ഉണ്ടാവാൻ തോന്നുന്നുണ്ട്. എന്താ പറയുക, ഇത്ര കളിക്കും അലക്സ് ബാനിയാണ് ഇറക്കിയിട്ടുണ്ടായത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഡിഫൻസീവായിട്ടും കൂടി കുറച്ച് സപ്പോർട്ട് കിട്ടാൻ വേണ്ടി. പക്ഷെ നാളത്തെ കളിയിൽ ഡിഫൻസീവായിട്ട് കുക്കറലയും അതേപോലെ തന്നെ ചങ്ങായിമാരൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു അറ്റാക്കിംഗ് ത്രയത്തിൽ എന്തായാലും ഫ്രാൻസിനെ നെട്ടിക്കണമെങ്കിൽ, ഫ്രാൻസിനെ എടുത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ, ഫ്രാൻസിന്റെ വിങ് ബാക്കുകളെ പിടിച്ചു നിർത്തണമെങ്കിൽ എന്താ പറയുക, എംബാപ്പയ്ക്കും അതേപോലെ തന്നെ ഒലീസിയും ഡെംബലെ ഇവർക്കൊക്കെ ബോൾ സപ്ലൈ ചെയ്യുന്നതിൽ മിഡ്ഫീൽഡറിൽ നിന്നും അതേപോലെ തന്നെ വിങ്ങുകളിൽ നിന്നൊക്കെ തടുത്ത് നിർത്തണമെങ്കിൽ ഈ 2 അറ്റാക്കിംഗ് ത്രയം സ്പെയിനിന്റെ കോച്ച് പ്രയോഗിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്താ പറയുക, കഴിഞ്ഞ കളി തന്നെ കണ്ടില്ലേ, കഴിഞ്ഞ മത്സരത്തിൽ സ്പെയിനിന്റെ കോച്ചായ ലൂയിസ് ഫിൻഡെ ഈ ചങ്ങായി ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 11 പെഡ്രിനെ മാറ്റിയിട്ട് ഫാബിയൻ റൂയിസിനെ കൊണ്ടുവരികയാണ്. അപ്പോൾ അതേപോലത്തെ ഒരു സർപ്രൈസ് ഫ്രാൻസിന് കാത്തിരിക്കുന്ന പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിക്കോ വില്യംസൺ അതിനു വേണ്ടിയിട്ടാണ് കഴിഞ്ഞ മത്സരത്തിൽ അവസാനത്തെ 10 മിനിറ്റ് നിക്കോ വില്യംസന്റെ ഗ്രൗണ്ടിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതന്നെ ആയിരിക്കും നാളത്തെ ട്രംപ് കാർഡ് എന്ന് പറയുന്നത്. എന്താ പറഞ്ഞാൽ കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനലിൽ ഫ്രാൻസിനെ തളച്ചത് ആ ഒരു അർജന്റീനയുടെ സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഏഞ്ചൽ ഡീമറിയുടെ അറ്റാക്കിംഗ് തന്നെയായിരുന്നു. എന്താ പറയുക, ഏഞ്ചൽ ഡീമറി 74 മിനിറ്റിൽ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നവരെ എംബാപ്പെ ചിത്രത്തിൽ എന്താ പറയുക, എംബാപ്പയ്ക്ക് സപ്പോർട്ട് കൊടുക്കാനുള്ള വിങ്ങുകൾ ബാക്കുകൾ അവിടെ ശരിക്കും 2 പേരൊക്കെയാണ് ആ മിഡ്ഫീൽഡിലും അതേപോലെ തന്നെ വിങ് ബാക്കും ഒക്കെ ആയിട്ടാണ് ഡീമറിയെ പൂട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും അങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് തന്നെയായിരിക്കും നാളെ മുറ്റുക. അപ്പൊ നാളത്തെ മത്സരം എടുത്തു പറയാന്ന് പറഞ്ഞാല് ഫ്രാൻസിന്റെ ഫൈനൽ ഫോറും അതേപോലെ തന്നെ
നമ്മുടെ സ്പെയിൻ പറയുന്ന ടീമിന്റെ അവരുടെ മിഡ്ഫീൽഡ് തമ്മിലുള്ള യുദ്ധം തന്നെയായിരിക്കും എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. ആ യുദ്ധത്തിൽ ആര് ജയിക്കാന്നുള്ള ഒരു പ്രസക്തി ഇല്ലാത്ത കാര്യമാണ്, ആര് ജയിക്കുക അവര് ഫൈനലിൽ എത്തും എന്നുള്ള കാര്യമാണ്. അപ്പോ കാത്തിരുന്ന് കാണാം എന്താ സംഭവിക്കാൻ പോകുന്നത്. ഫ്രാൻസും സ്പെയിനും ഈ മത്സരത്തിനപ്പുറം ഇത് ഒരു എമീൽ അമാൽ ആൻഡ് കിലിയൻ എംബാപ്പെ പോരാട്ടത്തിലേക്ക് മാറിയിരിക്കുക. എന്താ പറഞ്ഞാൽ ഇവര് റയൽ മഡ്രിഡും ബാഴ്സലോണയ്ക്കും വേണ്ടിയിട്ട് കഴിഞ്ഞ സീസണിൽ ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ആ എല്ലാ മത്സരത്തിലും യമാലിന്റെ മുന്നിൽ എംബാപ്പെ തലകുനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ യൂറോ കപ്പിലും അതേപോലെ തന്നെ അവസാനം നടന്ന നാഷണൽസ് ലീഗിലും എംബാപ്പെ യമാലിന്റെ മുന്നിൽ തലകുനിക്കുക. പക്ഷെ ഈ ഒരു എംബാപ്പെ വേൾഡ് കപ്പിൽ മിന്നും ഫോമിലെ കളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ തന്നെ ഗോളുകൾ അടിച്ചുകൂട്ടി ടോപ്പ് സ്കോറർ പട്ടികയിൽ ഏറ്റവും ടോപ്പ്, അതും ടോപ്പ് ഗിയറിലാണ് നിൽക്കുന്നത്. യമാലാകട്ടെ ഈ വേൾഡ് കപ്പിൽ ആകെ അടിച്ചത് ഒരൊറ്റ ഗോളാണ്. പക്ഷെ ഒരുപാട് മത്സരങ്ങളിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ മത്സരങ്ങൾ നോക്കിയാലും ഒരുപാട് മത്സരം, കഴിഞ്ഞ മത്സരമൊക്കെ മാൻ ഓഫ് ദി മാച്ച് നേടിയിട്ടുണ്ട്. അപ്പൊ ഒട്ടും നിസാരമല്ല, അതിനുള്ള പ്രകടനം എടുക്കുന്നുണ്ട്. ഈ ഫ്രാൻസിന്റെ ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇവരുടെ പെനാൽറ്റി ബോക്സിന്റെ ഫ്രണ്ടിൽ വെച്ച് ഒരു സൂചിയിൽ നൂല് കൊടുക്കാനുള്ള ഗ്യാപ്പ് കൊടുത്താൽ മതി, ആ ഒരു ഗ്യാപ്പിലൂടെ ഗോൾ കയറ്റും. എന്താ കഴിഞ്ഞ മത്സരത്തിൽ നോക്കിയാൽ മതി, മൊറോക്കോ ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിക്ക് ഡിഫൻസ് ചെയ്ത് കളിച്ചതാ. പക്ഷെ എംബാപ്പയുടെ ആ ഒരു സൈഡ് ഗ്യാപ്പിലൂടെ എംബാപ്പയും ആ ഡെമ്പലെയും ഗോൾ പോസ്റ്റിനുള്ളിൽ കയറ്റിയത്. അപ്പോൾ എത്ര വലിയ ഗോൾ കീപ്പർമാരുണ്ടായിട്ട് കാര്യമില്ല, ഈ ചങ്ങായിമാർക്ക് ഒരു ചെറിയ ഗ്യാപ്പ് കൊടുത്താൽ അത് കയറ്റും. പിന്നെ നാളത്തെ എൻ്റെ ഒരു ചെറിയൊരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ, ചെറിയൊരു ടെൻഷൻ ഇല്ല, സ്പെയിനിന്റെ ഗോൾ കീപ്പറായ ഉനിയാൻ സിമിയോൺ കാണിക്കുന്ന ചില മണ്ടത്തരം കഴിഞ്ഞ കളിയിൽ അത് ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചങ്ങായി വലിയ വലിയ ബിഗ് മാച്ചുകൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്ക് അത് വലിയ പിഴവായിട്ട് മാറാറുണ്ട്. അങ്ങനെ ഒരു ചാൻസും ഞാൻ കാണുന്നുണ്ട്. അങ്ങനെയായിരിക്കും ചിലപ്പോൾ ഫ്രാൻസ് ആദ്യ ഗോൾ കാണാം, പക്ഷെ സ്പെയിന് തിരിച്ചടിച്ച് കളിയിലേക്ക് തിരിച്ചു വരും തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പൊ എന്തായാലും സ്പെയിനിന്റെ ഡിഫൻസും അതേപോലെ തന്നെ എന്താ പറയാ ഫ്രാൻസിന്റെ ഡിഫൻസും ഒരു രക്ഷയില്ലാത്ത ഡിഫൻസാണ്. ഇതുവരെ ആ ടീമുകൾ രണ്ടുപേരും നോക്കിക്കഴിഞ്ഞാൽ ആകെ 3 ഗോളുകളെ വഴങ്ങിയിട്ടുള്ളൂ. ഫ്രാൻസ് 2 ഗോളുകൾ വഴങ്ങിയപ്പോൾ ഇവിടെ സ്പെയിനിന്റെ ഭാഗത്ത് ഒരൊറ്റ ഗോളെ വഴങ്ങിയിട്ടുള്ളൂ. സ്പെയിനിന്റെ ആ ഒരു എന്താ പറയാ 19-കാരനായ കുബാർസി എന്ന് പറയുന്ന ആ ഒരു ഡിഫൻഡറും ലാപ്പോർട്ട്, ഇവർ രണ്ടാളും ഗംഭീര പെർഫോമൻസ് ആണ്. ശരിക്കും പറഞ്ഞാല് ഈ ഒരു വേൾഡ് കപ്പിന് സ്കോർ പ്രഖ്യാപിച്ചപ്പോൾ സ്പെയിനിന്റെ ഡിഫൻസിനെ കുറിച്ച് ഒരുപാട് പേർക്ക് ആശങ്കയുണ്ടായിരുന്നു. അങ്ങനെ 590 മിനിറ്റ് ആ ഒരു ഗോൾ വരയ്ക്കുള്ളിൽ ബോൾ പോവാതെ ഈ ഒരു ഡിഫൻസും ആ ഉനിയൻ സിമിയോൺ എന്ന് പറയുന്ന ഗോൾ കീപ്പർ, എന്താണ് ഗോൾ കീപ്പറിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഈ വേൾഡ് കപ്പിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ക്വാഡുള്ള ഒരു ഇതാണ് ഗോൾ കീപ്പർമാരുടെ നോക്കിക്കഴിഞ്ഞാൽ. എന്താ പറഞ്ഞാല് ജോൺ ഗാസി എന്ന് പറയുന്ന ബാഴ്സലോണയുടെ കിടലൻ ഗോൾ കീപ്പർ, അതേപോലെ തന്നെ ആഴ്സണലിന്റെ റയ എന്ന് പറയുന്ന ഗംഭീര ഗോൾ കീപ്പർ, ഇത് രണ്ടുപേരും ഉണ്ടായിട്ട് വരെ സിമിയോണിനാണ് ഈ ചങ്ങായി കോച്ചായിട്ടുള്ള ഈ ചങ്ങായി അതിനനുസരിച്ച് പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അവസാന മത്സരത്തിലാണ് ഒന്ന് ബെൽജിയത്തിനെതിരെ ആ ഒരു ഗോൾ വീണതും അതേപോലെ തന്നെ അതിൽ 2-3 മിസ്റ്റേക്കുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നാളത്തെ മത്സരം എന്തായാലും കിലിയൻ എംബാപ്പെ വിസ് ലമാലായിരിക്കും. ആ യമാലിനും കിലിയൻ എംബാപ്പയ്ക്ക് ആർക്കാണ് മുന്നോട്ട് പോകാൻ പറ്റുക നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ നമ്മൾ ഇവരെങ്ങനെയാണ് ഈ ഒരു വേൾഡ് കപ്പിന്റെ സെമിഫൈനലിൽ എത്തിയത് നമുക്ക് നോക്കാം. ഫ്രാൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സെനഗലും ഇറാഖും അതേപോലെ തന്നെ ഹാലണ്ടിന്റെ നോർവേ അടങ്ങുന്ന കെട്ടുകെട്ടിയായിട്ടുള്ള ഗ്രൂപ്പിലാണ് അവർ ചെന്നപ്പെട്ടിട്ടുണ്ടായത്. പക്ഷെ ആദ്യ മത്സരത്തിൽ സെനഗലിനെ 3-1 പരാജയപ്പെടുത്തി, അതിനുശേഷം ഇറാഖിന് 3-0 പരാജയപ്പെടുത്തി, അതിനുശേഷം ശക്തരായ നോർവേ 4-1 പരാജയപ്പെടുത്തി. അടുത്ത റൗണ്ടിലേക്ക് കയറി റൗണ്ട് ഓഫ് 16 പോയപ്പോൾ, റൗണ്ട് ഓഫ് 32 പോയപ്പോൾ ഫ്രാൻസിന് സ്വീഡനായിരുന്നു 3-0 പരാജയപ്പെടുത്തി. അതിനുശേഷം റൗണ്ട് ഓഫ് 16 പരാഗയായിരുന്നു എതിരാളിയത്. പക്ഷെ ഈ വേൾഡ് കപ്പിൽ തന്നെ ഫ്രാൻസ് ഏറ്റവും കുറവ് ഗോൾ അടിച്ചിട്ടുള്ള ടീം എന്ന് പറഞ്ഞാൽ പരാഗയായിരുന്നു. അത് എന്താ പറയുക, ഫിസിക്കലി ആ ലാറ്റിൻ അമേരിക്കൻ ശൈലിയും ആ ഫിസിക്കൽ ഗെയിമും കട്ട ലോ ബ്ലോക്ക് ഡിഫൻസ് ആയിട്ട് 1-0, അതും കിലിയൻ എംബാപ്പയുടെ ഒരു പെനാൾട്ടിയിലാണ് ഫ്രാൻസ് രക്ഷപ്പെട്ടതെന്ന് പറയാം. ആ ഒരു മത്സരം മാത്രമാണ് ഫ്രാൻസ് ഒന്ന് സ്ട്രഗിൾ ചെയ്തെന്ന് പറയാൻ പറ്റുള്ളൂ. അടുത്ത മത്സരം നോക്കി കഴിഞ്ഞാൽ ശക്തരായ മൊറോക്കയെ ഈ വേൾഡ് കപ്പിൽ തന്നെ ഏറ്റവും നല്ല മത്സരം കാണാൻ പറ്റും. ഒരുപക്ഷെ മൊറോക്കോ ഫ്രാൻസിനെ അട്ടിമറിക്കാമെന്നൊക്കെ പലരും പ്രവചിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഞാനടക്കം. പക്ഷെ പണി 2-0 പാളി. അങ്ങനെ വെടുപ്പില് എന്താ പറഞ്ഞാല് മൊറോക്കോ അക്ഷരാർത്ഥത്തിൽ ഈ ഒരു വേൾഡ് കപ്പിൽ കളിച്ചത് ഏറ്റവും മോശം പെർഫോമൻസ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്താ പറ്റിയെന്നറിയാം ചങ്ങന്മാർക്ക്. ഒരു പോരാട്ട വീരില്ലാതെ ഫ്രാൻസ് ഒരൊറ്റ ഷോട്ട് 82-ാം മിനിറ്റിൽ ഇങ്ങനെ ഒരൊറ്റ ഓൺ ടാർഗറ്റ് ഷോട്ടും അത് ഒരു ഫ്രീ കിക്കിൽ നിന്ന് കിട്ടിയ ബോൾ, ഇതല്ലാതെ വേറൊരു അറ്റംപ്റ്റുകൾ ഉണ്ടാക്കാനും ഫ്രാൻസിന്റെ ഡിഫൻസ് സമ്മതിച്ചിട്ടുള്ളതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് നേരെ വിടാം സ്പെയിനിന്റെ ഒരു ഇതിലേക്ക്. സ്പെയിനിന്റെ നോക്കിക്കഴിഞ്ഞാല് ഫസ്റ്റ് മത്സരം തന്നെ അവർക്ക് കിളിമാറിയ ഒരു എന്താ പറഞ്ഞാല് ഈ 2010 വേൾഡ് കപ്പിന് ശേഷം അവര് ഒരു നോക്കൌട്ട് റൗണ്ട് ആകെ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് ഒരു നോക്കൌട്ട് റൗണ്ട് പോലും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഗ്രൂപ്പ് സ്റ്റേജ് പുറത്തായി, അതിനുശേഷം നോക്കൌട്ട് റൗണ്ടിലൊക്കെ പുറത്തായിട്ടാണ് ഇതുവരെ അവർക്കൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെയാണ് സ്പെയിന് വന്നിരിക്കുന്നത്. ആദ്യ മത്സരത്തിന്റെ കേപ്പ് വെർഡെ കൂടെ 0-0 സമനില. എന്റെ പൊന്ന കളി കണ്ടവര് ആ ഒരു എന്താ പറയാ ഒരു കേപ്പ് വെർഡെയുടെ ഗോൾ കീപ്പർക്കാണ് ഇപ്പോഴും ചങ്ങായി എവിടെയാണ് നിൽക്കുന്നത് പറയാൻ പറ്റില്ല. അമ്മാതിരി 7ഓളം സേവുകളാണ് നടത്തിയത്. അതിനുശേഷം സൗദി അറേബ്യയുടെ 4-0 വമ്പ് തിരിച്ചു വരാം. അതിനുശേഷം ഉറുഗെ 1-0 പരാജയപ്പെടുത്തി ഉറുഗെ നാട്ടിലേക്കാണ്. റൗണ്ട് ഓഫ് 32 ഓസ്ട്രേലിയ കിട്ടിയത് 3-0 പരാജയപ്പെടുത്തി. അതിനുശേഷം സ്പെയിന് പോർച്ചുഗൽ എന്ന വമ്പൻ മതിൽ കടക്കാൻ വേണ്ടിയിട്ട് 1-0, അതും ഇഞ്ചുറി ടൈമിൽ മിക്കൽ മറീനോ എന്ന് പറയുന്ന അവരുടെ സൂപ്പർ സബ് എന്ന് തന്നെ പറയാം,
അമ്മാതിരി ഇറങ്ങിയിട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ട് ഗോൾ അടിച്ചു. അടുത്ത മത്സരം നോക്കിയാൽ ബെൽജിയം നന്നായിട്ട് കളിച്ചു. പക്ഷെ അവർക്ക് എവിടേക്കോ സ്പെയിനിന് മുന്നിൽ എന്താ പറയുക, കളിച്ചു നന്നായിട്ട് അത്യാവശ്യം, പക്ഷെ പൊരുതാനുള്ള ഒരു എനർജി ഉണ്ടായിരുന്നില്ല എന്നാണ്. അങ്ങനെ 2-1 ഇതിലും ആ മിക്കൽ മറീനോ എന്ന് പറയുന്ന ചങ്ങായനെ 88-ാം മിനിറ്റ്, അതിന് 91 ഇതിൽ 88-ാം മിനിറ്റ് വന്ന് ഗോൾ അടിച്ചിട്ട് സ്പെയിനെ 2 കളിയിലും ശില്പിയാക്കിയിരിക്കുകയാണ് ഈ ചങ്ങായി. അങ്ങനെ അടുത്ത കാത്തിരിക്കുന്ന ഫ്രാൻസ് വിസസ് സ്പെയിൻ. അപ്പോ ഈ ഒരു മത്സരത്തെ വിജയികൾ ഇംഗ്ലണ്ട് വിസസ് ആരാണ്? അർജന്റീന. അവരെയാണ് നേരിടാൻ പോകുന്നത്. അപ്പോ നിങ്ങളുടെ കമന്റ് ഇതിൽ ആരായിരിക്കും? സ്പെയിൻ ആയിരിക്കോ അതോ ഫ്രാൻസ് ആയിരിക്കും ജയിക്കുന്ന? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. സ്പെയിന്റെ പോളിസി ഗെറ്റ് ദ ബോൾ ആൻഡ് കീപ് ദ ബോൾ ആണെങ്കിൽ ഫ്രാൻസിന്റെ പോളിസി ഗെറ്റ് ദ ബോൾ അറ്റാക്ക് ദ ബോൾ എന്നായിരിക്കും. അപ്പോ എന്തായാലും ഈ പറയ ഒരു പോരാട്ടം തന്നെ കാത്തിരിക്കും. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട യൂട്യൂബിലാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലാണ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും ഇന്ന് കളിക്ക് മുമ്പ് ലൈവ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ പരമാവധി ആൾക്കാർ കളിക്ക് മുമ്പേ ഉണ്ടാവും, കളി തുടങ്ങിയ ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും പരമാവധി വന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.